ഹലോ മക്കളെ, അഖില മിസ് ആണ്. വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അപ്പോൾ നമ്മുടെ EVSലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് വിങ്ഡ് ബഡീസ് അല്ലെ, ചിറകുള്ള കൂട്ടുകാർ. അപ്പോൾ അതിനകത്തുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മാക്സിമം 4ാം ക്ലാസ്സിലുള്ള മക്കൾക്കൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്യുക. ഓണപരീക്ഷയ്ക്ക് മാത്രമല്ല, നമ്മുടെ സ്കോളർഷിപ്പിനും നമുക്ക് ഇതൊക്കെ ആവശ്യമുണ്ട് എന്ന് ഓർക്കുക. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന പക്ഷികൾക്കിടയിലുണ്ടല്ലോ ഏറ്റവും വലിയ പക്ഷി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാ പറയാ? ഈ ചിത്രത്തിൽ കാണുന്ന ആളാണ് അല്ലെ, ഓസ്ട്രിച്ച് അല്ലെങ്കിൽ ഒട്ടകപ്പക്ഷിയാണ്. അപ്പൊ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ബേർഡ് ഏതാ? അതാണ് നിങ്ങൾ ഇവിടെ കാണുന്ന നമ്മുടെ ബീ ഹമ്മിങ് ബേർഡ്. കണ്ടോ മക്കള്, ഒരാൾ വലുതാണ്, ഒരാൾ എന്താണ്, ചെറുതാണ് അല്ലെ. അപ്പൊ ഇവരെ പറ്റി പറഞ്ഞതിന് ശേഷം മിസ് നേരെ പോകുന്നത് എങ്ങോട്ടാന്നറിയോ? ബേർഡ്സ് ദാറ്റ് ഡു നോട്ട് ഫ്ലൈ. എന്താ അത് സംഭവം? നിങ്ങൾ ആലോചിക്കുക, എല്ലാ പക്ഷികൾക്കും എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, പറക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ മക്കളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്, പറക്കാൻ സാധിക്കാത്ത പക്ഷിക്കൂട്ടങ്ങൾ ആരൊക്കെയാണ്? നമ്മളിപ്പോ പറഞ്ഞ വലിയ പക്ഷി ഉണ്ടല്ലോ, ഓസ്ട്രിച്ച് ഒട്ടകപ്പക്ഷി. പാവം നമ്മുടെ ഒട്ടകപ്പക്ഷിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലാടാ, പറക്കാൻ പറ്റില്ല. അതുപോലെ ഈ കാണുന്ന എമു ആയിക്കോട്ടെ, നമ്മുടെ പെൻഗ്വിൻ ആയിക്കോട്ടെ, നമ്മുടെ കിവി ആയിക്കോട്ടെ, ഇവരൊക്കെ ഈ കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ്. ഏത് കാറ്റഗറി? പറക്കാൻ പറ്റാത്ത പക്ഷികളാണ് എന്നുള്ള കാര്യം എൻ്റെ മക്കൾ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ആലോചിക്കാനുള്ളത് ഒഫീഷ്യൽ ബേർഡ്സിനെ പറ്റിയാണ്. അപ്പം നമ്മുടെ കേരളത്തിന് ഒഫീഷ്യൽ ബേർഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റേറ്റ് ബേർഡ് അല്ലെ, സംസ്ഥാന പക്ഷി ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട ഉത്തരം എന്താണ്? ഇദ്ദേഹമാണ്. ഇതാരാ ഇത്? ദ ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ അല്ലെ, മലമുഴക്കി വേഴാമ്പലാണ് നമ്മുടെ ഔദ്യോഗിക പക്ഷി, കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി, സംസ്ഥാന പക്ഷി അല്ലെ. സ്റ്റേറ്റ് ബേർഡ് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ആരാണ്? ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ, മലമുഴക്കി വേഴാമ്പലാണ് അല്ലെ. അപ്പൊ നമ്മുടെ നാഷണൽ ബേർഡോ, നമ്മുടെ ദേശീയ പക്ഷി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, അത് ആരാണടാ? അത് നമ്മുടെ പീക്കോക്ക്, നമ്മുടെ മയിലാണ്. ഇതാണ് നമ്മളോട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനുള്ള ഒരു ചാൻസ് ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇനി പിറകോട്ട് പറക്കാൻ പറ്റുന്ന പക്ഷി ഏതാണ്? ദ ബേർഡ് ദാറ്റ് ഫ്ലൈസ് ബാക്ക്വേർഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തുത്തരം പറയണം? അപ്പൊ നമ്മുടെ ആൻസർ ഹമ്മിങ് ബേർഡ് ആണ് കേട്ടോ. വായുവിൽ ഇങ്ങനെ ചിറകടിച്ച് നിൽക്കാൻ പറ്റുന്ന ആളെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിശേഷണമുള്ള ആളാണ് ആര്? നമ്മുടെ ഹമ്മിങ് ബേർഡ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ ഉണ്ട്. ദ ഹൈയസ്റ്റ് ഫ്ലൈയിങ് ബേർഡ് അല്ലെ, ഏറ്റവും ഉയരത്തില് പറക്കുന്ന പക്ഷി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? റുപ്പൽസ് ഗ്രിഫൻ വൾച്ചർ. ഫുൾ നെയിം തന്നെ പറയണം മക്കളെ. വൾച്ചർ എന്ന് മാത്രമല്ല, അതിൽ തന്നെ എന്താണ്? റുപ്പൽസ് ഗ്രിഫൻ വൾച്ചർ എന്ന് പറയുന്ന പക്ഷിയാണ് ദ ഹൈയസ്റ്റ് ഫ്ലൈയിങ് ബേർഡ്, ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി എന്ന് പറയുന്നത്. അപ്പൊ എൻ്റെ മക്കൾക്ക് ഇതൊക്കെ ഒറ്റയടിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോ ബാക്ക് അടിക്കുക, എന്നിട്ട് ഓരോ ചോദ്യവും എഴുതിയിട്ട് അതിന്റെ ഉത്തരം നിങ്ങളൊന്ന് എഴുതി പഠിക്കുക. കാരണം എഴുതി പഠിച്ചാൽ മാത്രമേ നമുക്ക് പരീക്ഷയിലും ഇതൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറയാൻ ചിലപ്പോൾ നമുക്ക് ഓക്കെ ആയിരിക്കും, നമുക്ക് എഴുതാൻ കിട്ടില്ല. എഴുതുമ്പോൾ തെറ്റിപ്പോയാൽ പോയില്ലേ. അതിപ്പോൾ സ്കോളർഷിപ്പ് എക്സാമിനും അങ്ങനെയാണ് അല്ലേ. അപ്പോൾ പഠിക്കുമ്പോൾ മക്കൾ ഒരു പേപ്പറിൽ എഴുതി തന്നെ പഠിക്കുക. മക്കളെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഞങ്ങൾ പ്രാണ ബാച്ചിലേക്ക് വെൽക്കം ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പോൾ മോഡൽ എക്സാമിനേഷൻ ഒക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ മാക്സിമം ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ ഇപ്പോൾ ഓഫർ ഉള്ള ടൈമാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. പാരൻസിനോടൊന്ന് വിളിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയാം. എന്നിട്ട് ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ചിട്ട് വേഗം എന്ത് ചെയ്യുക? നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ തൽക്കാലത്തേക്ക് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.